ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാരംഭഘട്ടത്തിൽ അതിന് 8 ഷെഡ്യൂളുകളും 22 പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കറന്റ് വ്യത്യസ്ത അമെന്റ്മെന്റുകളിലൂടെ അത് 12 ഷെഡ്യൂളുകളും 25 പാർട്ടുകളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. സോ ഈ 12 ഷെഡ്യൂളുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണിത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞു വെക്കുന്നത് സ്റ്റേറ്റുകളുടെയും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിന്റെയും നെയിംസ് ആണ്. നമുക്കറിയാം 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസും ആണ് നമുക്കുള്ളത്. നമ്മുടെ ആർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ 1 to 4 ഏകദേശം ഇത് റിലേറ്റ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നിൽ എന്താ പറഞ്ഞത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി ദ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഒന്നിൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ബൗണ്ടറീസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെ കുറിച്ചാണ് 2 ഉം 3ഉം പറഞ്ഞു വെക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് പദവികളുടെ സാലറീസും അലവൻസും ആണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്? ആദ്യമൊക്കെ പ്രസിഡന്റിന്റെ സാലറീസും അലവൻസും പറയുന്നുണ്ട്. ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, ജഡ്ജസ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടേത്, അതേപോലെ ലോക്സഭയിലെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും, അതേപോലെ രാജ്യസഭയിലെ ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും. രാജ്യസഭയിലെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരാണ്? രാജ്യസഭ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ? വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. സോ വൈസ് പ്രസിഡന്റിന്റെ സാലറി വൈസ് പ്രസിഡന്റിന്റെ സാലറി അലവൻസും ഏത് ഷെഡ്യൂളിലാണ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാലും സെക്കൻഡ് ഷെഡ്യൂൾ തന്നെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. സോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ എന്നുള്ളത് ആര് തന്നെയാണ്? വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ദെൻ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും, അതേപോലെ ചില സ്റ്റേറ്റുകളിൽ എന്തുണ്ടായിരിക്കും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ പാർലമെന്റിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ബൈക്യാമറലിസ് ആണ് അല്ലെ? ഇരുസഭകളാണ്, അതായത് രാജ്യസഭ ലോക്സഭയാണ് ഉള്ളത്. സോ അതേപോലെ ചില സ്റ്റേറ്റുകളിൽ 2 സഭകളുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ സഭയേ ഉള്ളൂ അല്ലെ? നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സ്റ്റേറ്റുകൾ, അതായത് ഇപ്പോ ആന്ധ്ര, കർണാടക, തെലുങ്കാന, ദെൻ യു പി, മഹാരാഷ്ട്ര, സോറി ബീഹാർ, ഇത്തരം സ്റ്റേറ്റുകളിലൊക്കെ എന്തുണ്ട്? 2 സഭകളുണ്ട്. സോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. സോ അവിടങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും സാലറി അലവൻസും സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ദെൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ, അയാളുടെ സാലറിയും അലവൻസും എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ തേർഡ് ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ ഓത്ത്, സത്യപ്രതിജ്ഞയെ കുറിച്ച്, ഓത്ത് ആൻഡ് അഫിർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചില പോസ്റ്റുകളിലേക്ക് വരുന്ന ആൾക്കാരുടെ ഓത്ത് തേർഡ് ഷെഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യമൊക്കെയാണ് ഒന്ന് യൂണിയൻ മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ, യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ, അതേപോലെ പാർലമെന്റ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ കാൻഡിഡേറ്റ്സിന്റെ പത്രിക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് പവർ കൊടുക്കും, ഭരണാധികാരികൾക്ക്. സോ അവരുടെ മുമ്പില് ഈ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യപ്പെടണം? ഒരു ഓത്ത് നടത്തണം. സോ അതാണ് പാർലമെന്റ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ്, അവരുടെ ഓത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അവർ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് വീണ്ടും ഓത്ത് എടുക്കണം. സോ ആ ഓത്ത്, പാർലമെന്റ് മെമ്പേഴ്സിന്റെ ഓത്ത് എക്സ്പെഷ്യലി പ്രസിഡന്റിന്റെ മുമ്പിലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി. സോ സ്വാഭാവികമായിട്ടും അത് ആര് തന്നെയാണ് ചെയ്യാറുള്ളത്? പ്രോട്ടോ സ്പീക്കറാണ്. അതായത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് പ്രോട്ടോ സ്പീക്കർ എന്നുള്ളത്. പൊതുവെ അത് സഭകളിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരിക്കും പ്രോട്ടോ സ്പീക്കർ ആയിട്ട് തെരഞ്ഞെടുക്കുക. സോ നെക്സ്റ്റ് സുപ്രീം കോടതി ജഡ്ജിന്റെ ഓത്ത്, ദെൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ ഓത്ത്, ദെൻ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഓത്ത്, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, ജനറൽ അസംബ്ലിയിലെ എന്താണ് കാൻഡിഡേറ്റ്സ് ഓത്തെടുക്കണം. സോ ഭരണാധികാരിക്ക് മുമ്പുള്ള ഓത്ത്. ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് മെമ്പർ, അത് ആരുടെ മുമ്പിലാണ്? ഗവർണറുടെ മുമ്പിലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി. സോ സ്വാഭാവികമായിട്ടും അവിടെയും പ്രോട്ടോ സ്പീക്കർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ ഹൈക്കോടതിയുടെ ജഡ്ജ്. ഇത്രയും ആൾക്കാരുടെ ഓത്തിനെ കുറിച്ചിട്ട് ഏത് തേർഡ് ഷെഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ പ്രധാനമായിട്ടും ഫോർത്ത് ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റുകൾ,
സ്റ്റേറ്റുകളിലേക്ക് വീതിച്ചു കൊടുത്ത രാജ്യസഭാ സീറ്റുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തില് 9 സീറ്റാണ് ഉള്ളത്. കറന്റ് 245 സീറ്റുകളാണ് രാജ്യസഭയ്ക്കുള്ളത്. അതില് 12 സീറ്റ് നോമിനേറ്റ് സീറ്റുകളാണെന്ന് അറിയാം. അത് ഏതൊക്കെ? ആർട്ട്, ലിറ്ററേച്ചർ, അതേപോലെ സോഷ്യൽ സർവീസ്, സയൻസ്. ഇത്രയും മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 12 ആൾക്കാർ ആരെ നോമിനേറ്റ് ചെയ്യുക? പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുക. ബാക്കി 233 ആൾക്കാരെ എലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ദെൻ ഫിഫ്ത് ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയകളിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ചില സ്റ്റേറ്റുകൾക്ക് കുറച്ചുകൂടി എന്ത് കൊടുക്കേണ്ടി വരും? പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അവിടെ ഷെഡ്യൂൾഡ് ഏരിയകളായിരിക്കും ആ മേഖലയിൽ കൂടുതൽ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ സ്റ്റേറ്റുകൾ 10ഓളം സ്റ്റേറ്റുകൾ ഉണ്ട്. ആ സ്റ്റേറ്റുകളുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിഫ്ത് ഷെഡ്യൂളിൽ പറഞ്ഞത്. ഈ 10 എന്ത് സ്റ്റേറ്റുകളുടെ പേര് അത്ര നിർബന്ധമില്ല. പക്ഷെ സിക്സ്ത് ഷെഡ്യൂളിൽ വരുന്ന ഈ സ്റ്റേറ്റുകൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് ട്രൈബൽ ഏരിയസ് ആണ്. കൂടുതലായിട്ട് എന്താ ഉണ്ടാവാം? അവിടുത്തെ ജനങ്ങള് ട്രൈബൽ ഏരിയയിലുള്ള അല്ലെങ്കിൽ ട്രൈബ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ ഒരു സ്റ്റേറ്റുകളുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ രണ്ട് മേഖലയും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട എന്താണ് സ്റ്റേറ്റുകളായിരിക്കും. ഓക്കെ. ദെൻ സെവന്ത് ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്കറിയാം ഇന്ത്യ ഫെഡറൽ സ്ട്രക്ചർ ആണ് അല്ലെ, കോസി ഫെഡറലിസം ആണ്. അതായത് യു പവർ എന്ത് ചെയ്തിരിക്കാണ്? യൂണിയന്റെയും സ്റ്റേറ്റുകൾക്ക് ഇടയിൽ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്, വീതിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതില് കോസി ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ വീതം വെപ്പിൽ കൂടുതൽ പവർ ആർക്കായിരിക്കും ഉണ്ടാക്കുക? യൂണിയൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടുതൽ പവർ യൂണിയൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ 3 ലിസ്റ്റുകളായിട്ട് ആ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ യൂണിയൻ ലിസ്റ്റിന്റെ ഉള്ള മാറ്റേഴ്സിന്റെ പുറത്ത് പവർ നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നിയമം നിർമ്മിക്കാനുള്ള റൈറ്റ്സ് ആർക്കായിരിക്കും? യൂണിയൻ ഗവൺമെന്റിനായിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും. കൺകറന്റ് ലിസ്റ്റിൽ ബോത്ത് പാർട്ടീസിനും എന്ത് ചെയ്യാം? നിയമം നിർണ്ണയിക്കാം. ഇപ്പോ എഡ്യൂക്കേഷൻ അതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ അതിലെന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ നിർമ്മിക്കുന്ന നിയമത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കാം. ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു മേഖല വരികയാണെങ്കിൽ അതിന് റെസ്യൂറ്ററി പവർ എന്ന് പറയും. സോ ആ റെസ്യൂറ്ററി പവർ ആർക്കാണുള്ളത്? യൂണിയൻ ഗവൺമെന്റിനാണുള്ളത്. ഉദാഹരണമായിട്ട് സൈബർ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിനാണ്? റെസ്യൂറ്ററി പവറിലാണ് വരിക. ഓക്കെ. ദെൻ എട്ടാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ്. സോ ഈ 22 ഒഫീഷ്യൽ ലാംഗ്വേജസും പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ദെൻ അതില് ചില ഇതൊക്കെ അമെന്റ്മെന്റിലൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ആ അമെന്റ്മെന്റ് ഡേറ്റ് ഒക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നയൻത്ത് ഷെഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ ഇത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെയാണ് 1951 അത് ആഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നയൻത് ഷെഡ്യൂളിന്റെ കീഴിൽ കുറച്ച് നയൻത് ഷെഡ്യൂളിൽ ഒരു ആക്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആക്ടുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. ആ ആക്ട് പിന്നെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ വരൂല എന്നുള്ളതാണ്. പക്ഷെ അത് IR കൊയിലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് കേസിന് ശേഷം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെയാണ് നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ദെൻ 10th ഷെഡ്യൂൾ പറഞ്ഞത് ഡിഫെക്ഷൻ കൂറുമാറ്റത്തെ കുറിച്ചിട്ടാണ്. ഇത് 52ാമത്തെ അമെന്റ്മെന്റിലൂടെ 1985 ആഡ് ചെയ്യപ്പെടുന്നത്. കൂറുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരു പാർട്ടിയിൽ നിന്ന് നമ്മൾ ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പാർട്ടിയിലേക്ക് നമ്മൾ കൂറുമാറ്റം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർട്ടിയിൽ നിന്ന് ജയിച്ച ആ പദവി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനിയിപ്പോ സ്വതന്ത്രനായിട്ട് ജയിച്ച് മത്സരിച്ച ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അയാളുടെ പദവി നഷ്ടപ്പെട്ടു പോകും. ഇനി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി 6 മാസത്തിനുള്ളിൽ മറ്റൊരു പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ അയാളുടെ പദവി പോകുന്നതാണ്. ഒരാള് ഒരു പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ച് പിന്നെ ആ പാർട്ടിയുടെ വിപ്പിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും? അയാളുടെ പദവി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ദെൻ 11ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞത് ഇവിടെയാണ് അധികാര വികേന്ദ്രീകരണം അല്ലെ, പഞ്ചായത്തുകൾ. സോ 1992 73rd അമെന്റ്മെന്റിലൂടെയാണ് ഈ ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് പഞ്ചായത്തിന്റെ പവർ ആൻഡ് ഫങ്ഷൻസ് ആണ് ഈ ഒരു മേഖലയിൽ ഡീൽ ചെയ്യുന്നത്.
ദെൻ 12ാമത്തെ ഷെഡ്യൂളില് മുനിസിപ്പാലിറ്റീസിന്റെ പവർ ആൻഡ് ഫങ്ഷൻസ്, ഇതും 74ാമത്തെ അമെന്റ്മെന്റ് ആണ്. 1992 തന്നെയാണ് കേട്ടോ ഈ ഷെഡ്യൂളും ഇവിടെയും അമെന്റ്മെന്റ് നടക്കുന്നത്, ഈ ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത്രയാണ് ഈ 12 ഷെഡ്യൂളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ 12 ഷെഡ്യൂളുകളും എങ്ങനെ ഓർത്തെടുക്കാം എന്നുള്ളതാണ്. സോ ഓൾഡ് പി എം എന്നുള്ള ഒരു കോഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ 12 ഷെഡ്യൂൾ എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതൊരു ട്രിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴികളിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ദെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ മാതൃകയാണ് കേട്ടോ. ഹൗ മെനി ലാംഗ്വേജസ് ഹാവ് ബീൻ ലിസ്റ്റഡ് ഇൻ 8th ഷെഡ്യൂൾ? എത്ര ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതെ, 22 ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വിച്ച് ഷെഡ്യൂൾ കണ്ടെയ്ൻ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ അമെൻഡ്മെന്റ്സ് ആൻഡ് അലവൻസ്? ഏത് പ്രസിഡന്റ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇവരുടെ അമെൻഡ്മെന്റ്സ് അലവൻസും കാര്യങ്ങളും സാലറീസും കാര്യങ്ങളൊക്കെ ഏത് ഷെഡ്യൂളിലാണ് പറയുന്നത്? സെക്കൻഡ് ഷെഡ്യൂളിലാണ് പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിഗാർഡിംഗ് ടു ആന്റി ഡിഫെക്ഷൻ ഏത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്? 10th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. 12 ഷെഡ്യൂളുകളും നിങ്ങൾ ആ ഷെഡ്യൂൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനമായിട്ട് ചോദിക്കാം. പിന്നെ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും, ദെൻ 9th ഷെഡ്യൂൾ ഏത് അമെന്റ്മെന്റിലൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. അപ്പോ നന്നായിട്ട് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പുതിയ എളുപ്പവഴികൾ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോ നന്നായി